CA ഫൗണ്ടേഷൻ ലോജിക്കിൽ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബറിലായിരുന്നു. ഈ ബാച്ചിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് ട്വൽത്തിന്റെ ഒപ്പമാണ് തുടങ്ങിയത്. 12th തുടങ്ങി ഒരു സെപ്റ്റംബർ ആയപ്പോഴേക്കും ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വീക്കെൻഡ് ബാച്ചസ് ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏപ്രിലിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിലിൽ 12th കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡെയിലി ബാച്ചായി. മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12th കൂടെ ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അന്ന് ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് 12th ആയിരുന്നു മെയിൻലി ആദ്യം വരുന്നത്. സോ ഫോക്കസ് ചെയ്ത് 12th എങ്ങനെ കൊണ്ട് നടക്കുന്നുള്ളതായിരുന്നു. ലോജിക് ഫാക്കൽറ്റി പിന്നെ കോൺഫിഡൻസ് വന്നു, മറ്റേ അങ്ങനെ ചെയ്യാൻ പറ്റും, ബാക്കി ഫാക്കൽറ്റി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അവര് അതൊരു ഷെഡ്യൂളായിട്ട് തന്നെ അങ്ങനെ ക്ലാസ്സസ് പോയിക്കൊണ്ട് 12th ഒപ്പം തന്നെ മാനേജബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. CA എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ കോഴ്സ്, വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് കോഴ്സസ് ഇൻ ഇന്ത്യ. എങ്ങനെ ക്രാക്ക് ചെയ്യും, എങ്ങനെ സൈമിൾട്ടേനിയസ്ലി സ്കൂൾ വർക്ക് വെച്ച് എങ്ങനെ ബാലൻസ് ചെയ്യും, എനിക്ക് അതേപോലെ കുറെ എനിക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു. ബട്ട് ജെന്യുവൻലി ഞാൻ ലോജിക്കിൽ ജോയിൻ ചെയ്തപ്പോൾ, ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റി ആയാലും ഇവിടുത്തെ എൻവയൺമെന്റ് ആയാലും എനിക്ക് നന്നായിട്ട് ക്ലിക്കായി. ലോജിക്കിന്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഫാക്കൽറ്റീസ് ആണെങ്കിലും ഒരു ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്കൊരു ബ്രദർ സിസ്റ്റർ വൈബായിരുന്നു. ടീച്ചർ വൈബ് എന്ന് ഒരിക്കലും പറയില്ല, ഒരു ബ്രദർ സിസ്റ്റർ വൈബ്, ഒരു ഫ്രണ്ട് വൈബായിരുന്നു ലോജിക്കിന്റെ എല്ലാ ഫാക്കൽറ്റീസും തന്നിരുന്നത്. പിന്നെ ഇത്രയും നാളും ഓൾമോസ്റ്റ് 4 months അപ്രോക്സിമേറ്റ്ലി 4 months എടുത്താൽ തന്നെ 4 months നമ്മളൊരു ഫാമിലി പോലെയാണ് കഴിഞ്ഞത്. ഇപ്പോൾ +1 ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു CA ക്ലാസ്സുകൾക്ക് ചേരണമെന്ന്. അങ്ങനെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടാണ് ലോജിക്കിൽ ചേരുന്നത്. ഇപ്പോൾ ലോജിക്കിൽ ചേർന്നപ്പോൾ സ്കൂളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ഒരു പീരീഡ് 45 minute ക്ലാസ്, പക്ഷെ ലോജിക്കിൽ വരുമ്പോൾ ഒരു ഫുൾ ഡേ നമ്മൾ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിന്റെ ഡെപ്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഫാക്കൽറ്റീസ് എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്ത് തരും. ആ ഫുള്ളി ഒരു സബ്ജക്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഒരു പുതിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത് തന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ മാക്സിമം ഞങ്ങൾ കിട്ടുന്ന രീതിയിൽ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഡൗട്ടൊക്കെ ചോദിച്ച് പഠിച്ച് ഓൾമോസ്റ്റ് ഇപ്പോൾ വീക്കെൻഡ് ബാച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ ബോർഡ്സ് കഴിഞ്ഞ് ഞങ്ങൾ 2 മാസം അതല്ലാതെ വന്ന് പഠിച്ചു. ലോജിക്കിന്റെ അടുത്ത് വന്നപ്പോൾ ലോജിക് അവർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, വീക്കെൻഡ് ഒപ്പം തന്നെ ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ് CA ഫൗണ്ടേഷൻ, അത് അവർ നോക്കിക്കോളും, മറ്റു പഠിക്കുന്ന ഭാഗം മാത്രമാണ് നിങ്ങൾ നോക്കിയാൽ മതി ആദ്യം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു വീക്കെൻഡ്സ് പോവും, ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യാനുള്ള സമയം പോവും, വെക്കേഷന്റെ സമയം 2 മാസം വെക്കേഷൻ കിട്ടുന്നത് പോവും. പക്ഷെ ആഫ്റ്റർ 2 months ഇഫ് ഐ കൻ ഫെയർലി സേ, ഇപ്പോൾ ആ 2 മാസം പോയത് അറിഞ്ഞില്ല. കഴിഞ്ഞ ഇപ്പോൾ ഏപ്രിൽ മെയ്യുടെ ക്ലാസ് ഉണ്ടായിരുന്നത് 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞ പോലെയാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. സോ +2 എന്നൊക്കെ വെച്ചാൽ ഒരു 10-20 പിള്ളേരുടെ കൂടെ തിങ്ങിക്കൂടിയായിരുന്നു വെച്ചാൽ, അപ്പം ടീച്ചേഴ്സിൻ്റെ ടൈം അതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീൽ ഉണ്ടായി. ഇപ്പോൾ വീക്കെൻഡ് ബാച്ച് ആയതുകൊണ്ട് പിള്ളേർ അത്രയും കുറവാണ്, സ്റ്റുഡൻസ് അത്രയും കുറവാണ്. സോ ടീച്ചേഴ്സിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് തോന്നി. എല്ലാവർക്കും അവരുടെ ടൈം കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ 12th കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ CA നവംബർ വിൻഡോ വഴി കയറാനായിരുന്നു പ്ലാൻ. ആൻഡ് ദാറ്റ്സ് വെൻ മൈ ഫ്രണ്ട് ടോൾഡ് മീ അബൌട്ട് വീക്കെൻഡ് ക്ലാസ്സസ് ഇൻ ലോജിക്. അപ്പം ആ സമയത്ത് മൈ പാരൻസ് ലൈക്ക് ബിറ്റ് സ്കെപ്റ്റിക്കൽ അബൌട്ട് ഇറ്റ്. കാരണം 12th CA ഒരു വാസ്റ്റ് കരിക്കുലം ഉണ്ട്, 12th പോലെ ഉണ്ട്. ആൻഡ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കമ്പയർഡ് വിത്ത് 12th. അപ്പം അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഓർത്ത് പാരൻസ് വെർ വെരി വെറിഡ് അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ CA ജോയിൻ ചെയ്തപ്പോൾ ഐ വാസ് ഓൾസോ കൈൻഡ് ഓഫ് കൺഫ്യൂസ്ഡ്. എന്ന് വെച്ചാൽ 12th നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് CA, പോർഷൻസ് ആർ ബിറ്റ് ഡിഫറെൻറ്റ്. ബട്ട് ദെൻ ആഫ്റ്റർ 2 months ഒക്കെ ആയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് ഇൻ. ഐ എം നോട്ട് ടെല്ലിങ് ലൈക്ക് എല്ലാം എളുപ്പമാണ്, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എ ബിറ്റ് ഹാർഡ് സംടൈംസ്, ബട്ട് ദെൻ ഇറ്റ്സ് മാനേജബിൾ. ലോജിക്കിൽ വീക്കെൻഡ് ബാച്ച് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ സ്കൂളിൽ ഒരു സാറായിരുന്നു. സാറ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 6 months ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ഡ്യൂറേഷൻ വരും. അപ്പം +2ൻ്റെ കൂടെ തന്നെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ടൈം ലാഭിക്കാമല്ലോ എന്ന് ഓർത്താണ് സാർ അപ്പോൾ പറഞ്ഞത്. ആൻഡ് എനിക്കും തോന്നിയത് നല്ലതായിരുന്നു. കാര്യം യൂഷ്വലി സൺഡേസിലൊക്കെ എല്ലാ സ്റ്റുഡൻസും മോസ്റ്റ് ഓഫ് എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റായിട്ട് എഴുന്നേക്കും, വൈകിട്ടാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ 6 months നമുക്ക് ലാഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാര്യം ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ വരുന്നത് ടൈം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സൺഡേസിൽ +2ൻ്റെ ഒപ്പം തന്നെ CA ഫൗണ്ടേഷൻ ലോജിക്കിൽ വന്നത് വളരെ നന്നായിട്ട് തന്നെയായിരുന്നു തോന്നിയത്. ആൻഡ് +2 കഴിഞ്ഞപ്പോൾ തന്നെ 2 മാസം അടുപ്പിച്ചായിരുന്നു നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫൗണ്ടേഷൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ലോജിക്കിൻ്റെ ഗൈഡൻസ് ആണ് ഞങ്ങളെല്ലാവരും CA ഫൗണ്ടേഷൻ പാസ്സാവും ആൻഡ് ഇവൻച്വലി fully fledged qualified chartered accountants.